Recording in progress. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ ക്ലൗഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. എപ്പോഴും ഒരു ചൊല്ലുണ്ടല്ലോ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ആമസോൺ ഫേസ് ചെയ്ത ഒരു നെസസിറ്റിയിൽ നിന്നാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡ് ആയത്. അതിന് മുമ്പിലും ഇതുപോലത്തെ ചില കൺസെപ്റ്റ്സുകൾ ഉണ്ടായിരുന്നു, പക്ഷേ വൈഡ്ലി കമ്പനികൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആമസോൺ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂവിൽ നിന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എങ്ങനെയായിരുന്നു ഈ ക്ലൗഡ് എന്ന് പറയുന്ന സാധനം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു കമ്പനികൾ അവരുടെ ബിസിനസ് നടത്തിയിരുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സോ ഒരു ക്ലൗഡൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കാം. നമുക്കൊരു ആമസോൺ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഒരു റീറ്റെയിലർ, റൈറ്റ്, ഒരു ഓൺലൈൻ റീറ്റെയിലർ. ഓൺലൈൻ റീറ്റെയിലർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും അവരുടേത്. ഇപ്പോൾ ആമസോൺ ആണ് എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ. ആമസോണിൻ്റെ ആപ്ലിക്കേഷൻസിനകത്ത് അവരുടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ സാധനം ഇന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു യൂസർ ഇവിടെ നിന്നുകൊണ്ട് ഈ വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യുന്നു, എന്നിട്ട് എനിക്കിത് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നു, യൂസറിന് അത് എത്തിച്ചു കൊടുക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് ആക്ച്വലി വർക്ക്സ്, റൈറ്റ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെർവറിലായിരിക്കും, റൈറ്റ്. ഒരു മേ ബി എ ഡെൽ സെർവർ ഓർ HP സെർവർ, വാട്ട് എവർ ഇസ് എ സെർവർ ഇസ്. അപ്പോൾ ആ സെർവറിൻ്റെ ബേസിക് റിക്വയർമെൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒബ്വിയസ്ലി ഒരു CPU ആണ്. ഹൗ മെനി കോർസ് ഓഫ് CPUs, റൈറ്റ്. ഒരു CPUവിൽ മൾട്ടിപ്പിൾ കോർസ് ഉണ്ടാവും. മെമ്മറി, ഹൗ മച്ച് മെമ്മറി ദിസ് സെർവർ സപ്പോർട്ട്സ്, റൈറ്റ്. ഹൗ മച്ച് മെമ്മറി ദിസ് സെർവർ സപ്പോർട്ട്. Also storage, like how much GB of storage this server supports. And finally, what is the NIC card, networking card. NIC കാർഡിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. പക്ഷേ NIC കാർഡിനകത്ത് എന്താ പറയുക, അതിനൊരു കപ്പാസിറ്റി ലിമിറ്റ് ഉണ്ട്. എത്ര പാക്കറ്റ്സ് അതിനെ കൊണ്ടുപോകാൻ പറ്റും, എത്ര ത്രൂപുട്ട് അതിന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ NIC കാർഡ് ഉണ്ടാക്കുന്ന കുറേ കമ്പനികളുണ്ട്. അപ്പോൾ ഈ ഒരു സെർവർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത്, ഈ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെർവർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദീസ് സെർവേഴ്സ്. അപ്പോൾ ഈ ഓൺലൈൻ റീറ്റെയിലേഴ്സിൻ്റെ നെറ്റ്വർക്ക് അഡ്മിൻസിന് ഇതെങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ റീറ്റെയിലേഴ്സ് ഒരു കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ പോകും. എന്താണ് ഈ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ എത്ര യൂസേഴ്സ് ആണ് എൻ്റെ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റൈറ്റ്. എത്ര യൂസേഴ്സാണ് എൻ്റെ ആപ്ലിക്കേഷൻ മേ ബി സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ആക്സസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എത്ര യൂസേഴ്സ് എൻ്റെ ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം ആക്സസ് ചെയ്യും, ആ നമ്പർ ഓഫ് യൂസേഴ്സിനെ സെർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെർവർ എനിക്ക് വേണം. ആ സെർവറിൻ്റെ മുകളിലാണ് എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ഹോസ്റ്റ് ചെയ്യുക. കാരണം ഒരു സെർവർ ഉണ്ട്, അതിനകത്തൊരു OS ഉണ്ട്, ആ OSൻ്റെ മുകളിലാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ മര്യാദയ്ക്ക് പെർഫോം ചെയ്യണമെങ്കിൽ we should have a server which is having such capacity that it is able to handle this load that is actually coming in from. So ഇതാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ള സമയത്ത് ഈ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ആസ് എ യൂഷ്വൽ ആൾക്കാർ നമ്മൾ എപ്പോഴാണ് സാധനങ്ങൾ വാങ്ങിക്കുക, നമ്മളധികം വാങ്ങിക്കുക എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ സീസണിലായിരിക്കും, അല്ലേ. മേ ബി ഇറ്റ് ഈസ് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് നമ്മളത് വാങ്ങിക്കുക. അപ്പോൾ അവർ ചെയ്തതെന്ന് വെച്ചാൽ, ഓക്കെ, അഗെയിൻ ആസ് പാർട്ട് ഓഫ് ദിസ് കപ്പാസിറ്റി പ്ലാനിങ് ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഐ ആം ഹാവിങ്, ലെറ്റ്സ് സേ ഇൻ ആമസോണിൻ്റെ കേസാണ്, ജസ്റ്റ് ഒരു ആർബിട്രറി നമ്പർ എടുക്കുകയാണ്. ഐ ആം പ്ലാനിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഐ ആം പ്ലാനിങ് ടു ഹാവ് 1 million users per day or per minute or whatever is the time, right. 1 million users simultaneously യൂസ് ചെയ്യാൻ ഉള്ള ഒരു ബിസിനസ് പ്ലാനാണ് എനിക്കുള്ളത്. സോ ഐ വാണ്ട് എ സെർവർ on which I will host my application, and that server should be able to address 1 million transactions per second or 1 million transaction per day, whatever is that number. Okay, അപ്പോൾ അങ്ങനെയാണ് കപ്പാസിറ്റി പ്ലാനിങ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ പറയും, എൻ്റെ ആപ്ലിക്കേഷൻ, ലെറ്റ്സ് സേ ആമസോൺ ആപ്ലിക്കേഷൻ, എൻ്റെ ആമസോൺ ആപ്ലിക്കേഷന് 1 million യൂസേഴ്സിനെ പെർ സെക്കൻഡ് ഓർ പെർ അവർ ആക്സസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെർവർ എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ടീം ഹു ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ബൈയിങ് ആൻഡ് പ്രൊക്യൂറിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദർ ഇൻഫ്രാസ്ട്രക്ചർ, അവർ പറയും ഓക്കെ ഇത്ര സാധനമാണ് വേണ്ടത്, ഇത്ര 1 million ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് ആണ് വരുന്നത് എങ്കിൽ ഐ നീഡ് ടു പ്രൊക്യൂർ എ സെർവർ വിച്ച് ഈസ് ഹാവിങ് ദിസ് മെനി നമ്പർ ഓഫ് CPUs, ദിസ് മെനി നമ്പർ ഓഫ് മെമ്മറി, ദിസ് മെനി നമ്പർ ഓഫ് സ്റ്റോറേജസ്.
ഞാൻ അടുത്ത സെഷനിൽ നമുക്ക് കാണാം, ചില സെർവറുകളുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ആ സെർവേഴ്സിൽ പറയും ഈ സെർവേഴ്സിന് ആസ് എ കപ്പാസിറ്റി ഓഫ് ദിസ് മെനി നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ പോസിബിൾ പെർ സെക്കൻഡ് ലൈക്ക് ദാറ്റ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്രയാണ് അതിൻ്റെ CPU, എത്രയാണ് അതിൻ്റെ മെമ്മറി, എത്രയാണ് അതിൻ്റെ സ്റ്റോറേജ്, നിക് കാർഡ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള നെറ്റ്വർക്ക് ഇൻഫർമേഷൻ കാർഡ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഏതാണെന്നൊക്കെയുള്ള ഒരു സെർവറാണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ് വരുന്നത് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ സീസണിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു സെർവറിനെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റും അതിനനുസരിച്ചിട്ട് കൂടും, റൈറ്റ്? ലെറ്റ്സ് സേ ലൈക്ക് whatever is the dollars, right? The dollar will be much much higher when you are buying a server which is capable of addressing this much of a transactions per second. അതിലും പ്രശ്നമില്ല, കാരണം ഈ പറയുന്ന പോലെ 1 മില്യൺ ട്രാൻസാക്ഷൻ ആണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ബിസിനസ്സിന്. അത്രയും 1 മില്യൺ ട്രാൻസാക്ഷൻ അഡ്രസ്സ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ അവർ ഡെവലപ്പ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാനുള്ള സെർവർ നമ്മൾ വാങ്ങിക്കുന്നു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രശ്നമാണ്, ദിസ് ഈസ് സീസണൽ. ഈ ഫെസ്റ്റിവൽ സീസൺസിന് മാത്രമാണ് ഈ യൂസേഴ്സ് ഇത്രയും അധികം വരുന്നത്. അല്ലായെങ്കിൽ ദീസ് റിസോഴ്സസ് ഓഫ് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച സെർവർ ഫെസ്റ്റിവൽ സീസൺ അല്ലാത്ത എല്ലാ സമയങ്ങളിലും, ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും ഇറ്റ് വിൽ ബി അണ്ടർ യൂട്ടിലൈസ്ഡ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദ റിസോഴ്സസ് ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്, ദിസ് മെനി മച്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് പുട്ട് to build my infrastructure, but it is not getting used in the optimal level. ഇതാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. ക്ലൗഡ് തുടങ്ങാനുള്ളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. Now ഇതിനെയൊക്കെ എനേബിൾ ചെയ്ത്, ക്ലൗഡിനെയൊക്കെ എനേബിൾ ചെയ്ത് ഇത് ഓൾമോസ്റ്റ് സെയിം സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഒരു ടെക്നോളജി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ രീതിയിൽ മെയിൻ സ്ട്രീമിൽ വന്നൊരു ടെക്നോളജിയാണ് ഈ ക്ലൗഡിനെയൊക്കെ ഹെൽപ്പ് ചെയ്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വലൈസേഷൻ. നിങ്ങൾ ആര് ക്ലൗഡിനെ പറ്റിയിട്ടോ ഇതിനെ പറ്റിയോ പഠിക്കുന്നുണ്ട് എങ്കിൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു നോ അബൌട്ട് ഈസ് വെർച്വലൈസേഷൻ. വാട്ട് ഈസ് വെർച്വലൈസേഷൻ? ഹൗ വെർച്വലൈസേഷൻ ഹെൽപ്സ് അസ്, റൈറ്റ്? സോ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഗെയിൻ നമ്മൾ മറ്റേ സെർവറിൻ്റെ ഒരു കൺസെപ്റ്റ് എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെർവറുണ്ട്, ആ സെർവറിൽ CPU ഉണ്ട്, സെർവറിനകത്ത് CPU ഉണ്ട്, സെർവറിനകത്ത് മെമ്മറി ഉണ്ട്, സെർവറിനകത്ത് സ്റ്റോറേജ് ഉണ്ട്, ഓൾസോ ഇറ്റ് ഹാസ് എ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ടുള്ള. ബാക്കിയും പല സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഈ കൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ടത്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അറ്റ് വെരി 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 ഹൈ ലെവൽ. ഓക്കെ, വെരി റുഡിമെൻ്ററി ലെവൽ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സംസാരിക്കും, ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമോട് സംസാരിക്കും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് ഇതിൻ്റെ ഹാർഡ്വെയറുമായിട്ട് സംസാരിക്കും, എന്നിട്ട് ആവശ്യമുള്ള റിസോഴ്സസ് CPU, മെമ്മറി, നിക്ക് യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്സ് സേ നമ്മുടെ 1 മില്യൺ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് ലെറ്റ്സ് സേ നമുക്ക് 192 കോർ സെർവറാണ് യൂസ് ചെയ്തതെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സേ മെമ്മറി 256 GB മെമ്മറി ആൻഡ് നിക്ക് കാർഡ് ലെറ്റ്സ് സേ ഇറ്റ് ഈസ് 10 ഗിഗിൻ്റെ അല്ലെങ്കിൽ 100 ഗിഗിൻ്റെ ഒരു നിക്ക് കാർഡാണ് നമ്മൾ ഇങ്ങനെ ഒരു കോൺഫിഗറേഷനുള്ള ഒരു സെർവറാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചത് വിചാരിച്ചോളൂ. അപ്പോൾ ദിസ് ഈസ് വെരി ഗുഡ് ഫോർ 1 മില്യൺ ട്രാൻസാക്ഷൻ. അഗൈൻ ഇത് ഇസ് നോട്ട് ദ എക്സാക്ട് നമ്പർ ഐ എം ടെല്ലിംഗ്, ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ദ കൺസെപ്റ്റ്. അപ്പോൾ 1 മില്യൺ ട്രാൻസാക്ഷന് ഓക്കെ ഈ ഒരു കോൺഫിഗറേഷൻ ഓക്കെയാണ്. അപ്പോൾ 1 മില്യൺ ട്രാൻസാക്ഷൻ വരുന്ന സമയത്ത് ലെറ്റ്സ് സേ ഔട്ട് ഓഫ് 192 190 കോർസ് ഓഫ് CPU യൂസ്ഡ് ആവുന്നു, 256 GB മേ ബി ലൈക്ക് 200 gig ഓഫ് മെമ്മറി യൂസ് ആവുന്നു, നിക്ക് 100 ഗിഗിനകത്ത് മേ ബി ലെറ്റ്സ് സേ 80 gig ഓഫ് throughput is utilizing. The company is happy, but company is also happy because അവർക്ക് ഈ ട്രാൻസാക്ഷൻ ഇത്രയും നടത്തുന്ന സമയത്ത് they also make money out of it. So Amazon is fine. Now but the problem here is, as I told, ഇത് സീസണലാണ്. ആ വർഷത്തിൽ 3-4 തവണ മാത്രം നടക്കുന്ന ഒരു സംഭവത്തിന് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു വെക്കാൻ ഇറ്റ്സ് നോട്ട് എ ബിസിനസ് വൈസ് ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ടു ഡു. അപ്പോൾ കമ്മിങ് ഓൺ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് ദിസ് വൺ, നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് സംസാരിക്കുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം CPU-നോട് മെമ്മറിനോട് സംസാരിക്കുന്നു, റൈറ്റ്? അപ്പോൾ ഒരു വെർച്വലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴി നമ്മൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡിൽ ലെയർ ഇവിടെ ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഹാർഡ്വെയർ വിച്ച് ആക്ച്വലി വെർച്വലൈസസ് ദി
ഹാർഡ് റിസോഴ്സസ് ലൈക്ക് CPU, മെമ്മറി ആൻഡ് ഈവൺ ദ നെറ്റ്വർക്കിംഗ്. നമുക്ക് നിറ്റ്കാർഡിനെ നമുക്ക് നെറ്റ്വർക്കിംഗ് എന്ന് വിളിക്കാം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഗെയിൻ ഇതിൻ്റെ അപ്പോഴും നമ്മൾ ഇത്രയും വലിയ എന്താ പറയേണ്ടത് സെർവർ തന്നെ നമ്മൾ വാങ്ങിക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെറ്റ്സ് സേ വി വിൽ ബി ഏബിൾ ടു റൺ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഈ ഒരു ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ OS എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള 128 കോർ CPU അത് കംപ്ലീറ്റ് ആയിട്ട് OSന് യൂസ് ചെയ്യാതെ ഈ OSനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ സംതിങ് ലുക്സ് ലൈക്ക് ദിസ്. ഞാൻ രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ട് വരക്കാം. സോ ലെറ്റ്സ് സേ ഇത് ഒരു ആപ്ലിക്കേഷൻ, ഇവിടെ ഒരു OS, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇതിൻ്റെ CPUവിനെയും മെമ്മറീനെയും ലെറ്റ്സ് എ നെറ്റ്വർക്കിനെയും യൂസ് ചെയ്യുന്നു. ഓക്കെ. പക്ഷേ വെർച്വലൈസേഷൻ വന്നതിന് ശേഷം എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് ദിസ്. OS1, OS2, OS3, OS4 അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ലെയർ കോൾഡ് ആസ് ഹൈപ്പർവൈസർ, ബട്ട് അഗൈൻ ജസ്റ്റ് ദർ ഇസ് എ മിഡിൽ ലെയർ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ട. ഈ മിഡിൽ ലെയർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPU കംപ്ലീറ്റ്ലി ഒരു OSന് കൊടുക്കാതെ ഈ CPUവിനെ വെർച്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു ഓക്കെ ഈ OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറയുന്നു എനിക്ക് ഈ ഒരു OSൽ ലെറ്റ്സ് സേ എനിക്ക് ഔട്ട് ഓഫ് 192 ഐ വാണ്ട് ഓൺലി 10 കോർ ഓഫ് CPU. അപ്പോൾ 10 കോർ CPU ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുന്നു, 10 കോർ ഓഫ് CPU ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുന്നു. ലെറ്റ്സ് സേ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനദർ 20 കോർ വേണം അല്ലെങ്കിൽ 30 കോർ വേണം. സോ ഈ CPU ഡയറക്റ്റ്ലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസ്യൂം ചെയ്യുന്നതിന് പകരം മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ CPU കൺസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ മെമ്മറി പറയാം. നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഗൈൻ വി വിൽ ഡു ഇൻ ദ പ്രാക്ടിക്കൽ, വി വിൽ സീ ദാറ്റ്. പക്ഷേ നമ്മൾ ഇപ്പം മനസ്സിലാക്കുക എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്മറി ലെറ്റ്സ് സേ 256 GB ഓഫ് മെമ്മറി ആണുള്ളത് ഇഷ്ടം. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഓക്കെ എനിക്ക് 256-നകത്തുനിന്ന് ഐ വാണ്ട് ഓൺലി ലെറ്റ്സ് സേ 32 GB ഓഫ് മെമ്മറി. 32 GB ഓഫ് മെമ്മറി ഇതിന്, 32 GB ഓഫ് മെമ്മറി ഇത്, ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതാക്കും. എന്നിട്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിൽ പല ആപ്ലിക്കേഷൻസുകളും റൺ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈവൻ ദോ സ്റ്റിൽ വി ഹാവ് ടു ബൈ ദ സെയിം സെർവർ വിച്ച് ഈസ് ഹാവിംഗ് 128 കോർ, സെയിം സെർവർ വിച്ച് ഈസ് ഹാവിംഗ് 256, അതോ കോസ്റ്റ് ഈസ് സ്റ്റിൽ റിമൈനിങ് ദ സെയിം. ഓക്കെ. എങ്ങനെയാണത് കോസ്റ്റ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഇപ്പം പറയാം, ഒരു മിനിറ്റോടെ ഞാൻ പറയാം. പക്ഷേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൊടുക്കാം. CPUവിനെയും മെമ്മറിനെയും നെറ്റ്വർക്കിനെയും വെർച്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ആ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ കൺസെപ്റ്റ്. നൗ ഇതിലെവിടെയാണ് ആമസോണിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾക്ക് ചോദിക്കാം സെയിം സെർവർ തന്നെ വാങ്ങിക്കണ്ടേ, സെയിം കോൺഫിഗറേഷനിൽ സെർവർ വാങ്ങിക്കണ്ടേ, അപ്പോൾ സെയിം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഉണ്ടാവുക. ഈ ഒരു കൺസെപ്റ്റിനെ, അതായത് ഈ എന്താ പറയുക വെർച്വൽ CPUവിനെയും ഈ CPU മെമ്മറി നെറ്റ്വർക്കിങ്ങിനെ, അതായത് ഈ റിസോഴ്സസിനെ ഹാർഡ്വെയർ റിസോഴ്സസിനെ വെർച്വലൈസ് ചെയ്തത് കൊണ്ട് AWSന് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ റെൻറ്റ് ദിസ് ഔട്ട് ടു അതർ പീപ്പിൾ, റെൻറ്റ് ടു അതർ കമ്പനീസ്. അങ്ങനെയാണ് AWS സർവീസ് എന്ന് പറയുന്ന ആമസോൺ വെബ് സർവീസസ് എന്ന് പറയുന്ന സർവീസ് കൊണ്ടുവന്നത്. എന്നിട്ട് പറയും പിന്നെ ആമസോൺ പറഞ്ഞു ദർ ഇസ് എ സർവീസ് ഫ്രം അസ് വിച്ച് ഇസ് കോൾഡ് ആസ് AWS, വി ഹാവ് ബെനിഫിറ്റഡ് ഫ്രം ഇറ്റ്. കാരണം നമുക്ക് I on a need basis only I will be able to start specific operating systems, and on top of that I can actually use the applications, and I use a portion of my resources that I have bought, and I am ready to rent this. നിങ്ങൾ ഇത് ആമസോണ് മാത്രമല്ല, ഈ പറയുന്ന പോലെ ബാക്കി പല എൻ്റർപ്രൈസസുകളും ഇതേപോലത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുക്കേണ്ട ഈ റിസോഴ്സസുകൾ ഓൾറെഡി എൻ്റെ അടുക്കേണ്ട അണ്ടർ യൂട്ടിലൈസ്ഡ് റിസോഴ്സസുകളുണ്ട്, ഞാനിത് വെർച്വലൈസ് ചെയ്യാൻ പറ്റും. ആ വെർച്വലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാത്ത റിസോഴ്സസുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. I will rent it out on a service basis. That is why it is called as AWS, Amazon Web Services. സർവീസ് ബേസിസിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് ഇത് എൻ്റെ അടുക്കുന്ന വാങ്ങിക്കാം. എന്നിട്ട് മന്ത്ലി വാട്ട് എവർ യു ആർ യൂസിങ് യു ജസ്റ്റ് പേ ഫോർ ദാറ്റ്.
അങ്ങനെയാണ് ഈ AWS എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഈ പറയുന്നത് പോലെ എല്ലാം സാസ് സർവീസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടായത് ആമസോണിൽ നിന്ന്. ആമസോൺ തന്നെ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂവിൽ നിന്നാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. Hope this is helpful just to have a basic understanding of how cloud was coming to existence and how where is the real benefit of the cloud. Benefit of the cloud എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ജസ്റ്റ് എന്താ പറയേണ്ട സർവീസസുകൾ ഒരു സെർവറിനെ വെർച്വലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസോഴ്സസുകൾ വെർച്വലി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല, ഈ വെർച്വലൈസ്ഡ് ചെയ്ത റിസോഴ്സസിനെ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് ഹൈപ്പർ സ്കെയിലേഴ്സ് ആയിട്ടുള്ള AWSനും ഗൂഗിൾ ക്ലൗഡിനും എന്താ പറയുക ബാക്കിയുള്ള മൈക്രോസോഫ്റ്റ് ക്ലൗഡിനൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ഒരു റെൻറ്റിങ് മെത്തേഡ് വഴിയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡാറ്റാ സെൻറ്റർ ഉണ്ടാവും. അവർക്ക് പണ്ടുള്ള അതേ ഡാറ്റാ സെൻറ്റർ തന്നെയാണ്, പക്ഷേ ഇപ്പം ഒരുപാട് കൂടുതൽ റെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കൂടുതൽ ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡാറ്റാ സെൻറ്റേഴ്സിൽ ഉള്ളത് ഇതേപോലത്തെ സർവീസുകൾ തന്നെയാണ്. ഈ സർവീസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ അവർ വെർച്വലൈസ് ചെയ്തിട്ട് ഓരോ കമ്പനി വരുമ്പോഴും അവർക്ക് ഒരു പോർഷൻ അവർക്ക് റെൻ്റ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ഒരു പോർഷൻ റെൻ്റ് ചെയ്ത് കൊടുക്കും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ബട്ട് ദിസ് ഈസ് എ ബേസിക് കൺസെപ്റ്റ്. ഒരു ലേമാൻ ലാംഗ്വേജിൽ ആരുടെടുത്തും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ബേസിക് ലേമാൻ ടേംസ് ഉപയോഗിച്ചുകൊണ്ട് വാട്ട് ഈസ് ക്ലൗഡ്, വൈ ക്ലൗഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണിത്. ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ.